നമുക്കിന്ന് ഷൂട്ടുണ്ടേ. അപ്പം ദേണ്ടേ നമ്മുടെ ഡയലോഗ് പഠിക്കുന്ന നമ്മുടെ നായികയാണ്. അതുപോലെ തന്നെ മറ്റ് നമ്മുടെ നായികയുടെ ചേട്ടനാണ് ഇവിടെ കിടന്ന് ഡയലോഗ് പഠിക്കുന്നുണ്ടല്ലേ. ഇന്ന് നമ്മുടെ ഡയലോഗ് അതായത് ഇന്ന് നമുക്ക് ഇന്നുകൊണ്ട് ഷൂട്ട് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. നടക്കുമില്ലെന്ന് അറിയത്തില്ല. നമ്മുടെ ഡോറ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്, അതുകൊണ്ട് ഡോറയെ കാണിക്കാതെ ഡോറയ്ക്കും ഉണ്ട് ഡയലോഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ രാവിലത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ആര്യ, ഇപ്പം ഇതുവരെയുള്ള ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും നേരം സ്വരം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇവിടെ പോയി വീഡിയോ എടുത്തപ്പോ സ്വരം ഇല്ലല്ലോ ആര്യക്ക്. അതെന്താ പോയത്? പിടിച്ചു നിർത്താണ്ടായിരുന്നു. ഇന്നലെ രാത്രി തൊട്ടേ സൗണ്ട് പോയി. അതെങ്ങനാ സൗണ്ട് പോവാതിരിക്കുന്നത്? ഇവിടെ കിടന്ന് എന്നും പറഞ്ഞല്ലേ? ഇല്ല, അങ്ങനില്ല. അതെന്താ എങ്ങനെ ഇല്ലാത്ത? ബുജ്ജിച്ചേട്ടന്റെ ഓരോരോ തമാശ. ഒരാളെ ഡയലോഗ് ആണെങ്കിൽ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചാ പഠിക്കുന്ന കേട്ടോ. കാണിച്ച് ഡയലോഗ് ഫോട്ടോ എടുത്ത് വെച്ചേക്കാ പഠിക്കാൻ വേണ്ടിട്ട്. ഡയലോഗ് ക്ലിയർ പറഞ്ഞാലല്ലേ പറ്റാ. ഇന്ന് കറക്റ്റാ തെറ്റാതെ പറയുവോ? ഞാൻ ഇന്നലെ സ്റ്റാർട്ടിങ് എല്ലാം ശരിയാവും. ഉറപ്പാണ്? ഉറപ്പ്. തെറ്റിച്ച എന്ത് ചെയ്യണം? തെറ്റിച്ച നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കുളത്തിൽ മുക്കണോ ഗരുഡൻ തൂക്കണോ? അത് ചേട്ടൻ ആദ്യം. എന്ത്? ഞാൻ തെറ്റിച്ചില്ലല്ലോ. ആരെയും ഭയങ്കര സൈലന്റ് ആയി പോന്നല്ലോ വീഡിയോ എടുക്കുമ്പോ. നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഡോറ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ വാരി വലിച്ച് മുഖത്ത് ഇടുന്നുണ്ട്. എന്തുവാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തോന്ന് ക്രീമാ? സ്ക്രിപ്റ്റ് പഠിച്ചോ? ആ, കുഴപ്പമില്ല. വളരെ ഈസി എന്നാണ് ചേച്ചി വിചാരിക്കുന്നത് ഗൈസ്. എനിക്ക് ഡയലോഗ് പറഞ്ഞാൽ മതി, ഞാൻ പൊരിക്കും. ഡയലോഗ് പറഞ്ഞാൽ മതി. ഇന്നലത്തെ പൊരിപ്പൊന്നും അല്ല. ഇന്നലെ ഞാൻ നിനക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഒരു ഇളവ് തന്നത്. പക്ഷെ ഇന്ന് നിനക്ക് വിളവ് കാണത്തില്ല, ഇവക്ക് വിളവ് കാണത്തില്ല, അവന് വിളവ് കാണത്തില്ല, വരുന്നവനും കാണത്തില്ല. നമ്മള് വിളവ് കാണിക്കില്ല. ഞങ്ങൾ ഇതില് ആദ്യമായിട്ട് അതുകൊണ്ട് അതിന് ഇവിടെ അഭിനയിക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങളടുത്ത് അഭിനയിക്കാൻ പറഞ്ഞോ? ഇല്ല. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? പറയുന്ന പോലെ പറയാനും പറഞ്ഞിട്ടില്ല. എന്തോ ആര്യ പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെയും പറഞ്ഞിട്ടില്ല. എന്തോ ആര്യ ഞാൻ പറഞ്ഞേക്കുന്നത്? നാച്ചുറൽ ആയിട്ട് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചതുപോലെ അതങ്ങ് നടത്തി കാണിച്ചാൽ മതി. വേറെ ഒന്നും അവിടെ വേണ്ട. അഭിനയിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങാനും ഈ വാക്ക് മാറിക്കഴിഞ്ഞ ഞാൻ ഗരുഡൻ തൂക്ക് തൂക്കും 3 കണ്ടോ. 1 മണിക്കുള്ളിൽ എനിക്ക് തീർത്ത് തരണം ഈ ഷൂട്ട്. എവിടെങ്കിലും ഒരാൾ തെറ്റിച്ച ആക്കി ചവിട്ടായിരിക്കും. അതൊക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇവിടെ അങ്ങനെയുള്ള ഒരു ഇതുമില്ല. ചേച്ചി ഒന്ന് ഓർക്കണം, ചേട്ടന്റെ ഡയലോഗ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത് ബാക്കി കൊടുക്കാം. അത് ഇന്നലെ കണ്ടായിരുന്നല്ലേ. എന്നിട്ട് നിങ്ങളാണെങ്കിൽ 2 മണിക്കൂർ ചെയ്തത് ഞാൻ 1/2 മണിക്കൂറിനുള്ളിൽ സെറ്റാക്കി തന്നു. അതാണ് ഇത്ര പൊങ്ങണത്. ഇനിയുണ്ട് അല്ലേ? നമുക്ക് കാണാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഷൂട്ടിങ്ങിന് 2ാമത്തെ ദിവസമാണ്. നമ്മുടെ നായികയുടെ ഒറിജിനൽ നായകനും വന്നിരിപ്പുണ്ട്. ഞങ്ങൾ നിൽപ്പുണ്ട്. നമ്മുടെ നായകൻ വന്നില്ല, കാത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡോറയും വന്നിട്ടില്ല. ഇന്ന് ഡോറയ്ക്ക് ഷൂട്ട് കുറച്ചുകൂടെ കഴിഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചേ ഈ സ്ഥലം ഏതാണെന്ന്. ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ മൈനാഗപ്പള്ളി വെട്ടിക്കോട് മഹാദേവ ക്ഷേത്രത്തിന് ഇപ്പുറത്തായിട്ടുള്ള മാടന്നട ക്ഷേത്രമാണ് കേട്ടോ. മാടന്നട അമ്പലമാണ്. നമ്മുടെ റിമി ടോമിയും ശോഭനയൊക്കെ വന്നിട്ടുള്ള നമ്മുടെ ഇവിടെ വന്ന് പാട്ട്. റിമി ടോമി ഇവിടുത്തെ വയലിലാണ് സ്റ്റേജ് കെട്ടി പാട്ട് പാടിയതൊക്കെ. ഇപ്പോൾ ഇത് താമരപ്പാടമാണ്. ഫുള്ള് പിങ്ക് താമരയാണ് ഇവിടെ ഉള്ളത് മൊത്തം. പക്ഷേ ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവം ആവുന്ന സമയത്ത് ഇതെല്ലാം പോവും. ഫുള്ള് നിലം പോലെയാവും. ഈ കുളം എല്ലാം വറ്റും. ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട്. മീനൊക്കെ പിടിക്കാൻ ആൾക്കാർ ഒരുപാട് പേര് വരാറുണ്ട് ഇവിടെ. പക്ഷേ സംഗതി എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ഉണക്കുകാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് നിലമായിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു 1/4 ഭാഗം ഷൂട്ടും നടക്കുന്നത്. ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ ഒരു സാഹചര്യമൊക്കെ നമുക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ നല്ല കാണാൻ ഭംഗിയുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. നായികയ്ക്ക് എന്ത് പറ്റി ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല വെയിൽ, നല്ല ഉച്ച പൊട്ടുന്ന വെയിലാണ്. രാത്രി 1:30 മണിക്ക് ഇതേണ്ട
മന്തി കഴിച്ചിട്ട് എഴുന്നേൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ കാണുന്നത്. ഇത്രയും നേരം ഞാൻ ഇച്ചിരി തിരക്കായി പോയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നടാ മന്തി? സൂപ്പർ മന്തിയാ. കണ്ട ദേ ഈ കുരുട്ട്, ദേ ഈ കുരുട്ട്, ദേ ഈ ലുട്ടാപ്പി കണ്ട ലുട്ടാപ്പി. എന്താ പറഞ്ഞത്? പറയുന്ന വ്യക്തി 2 പ്ലേറ്റ് നേരത്തെ അടിച്ചിട്ടാണ് എപ്പ നേരത്തെ? നമ്മുടെ കൂടെ എത്ര മണിക്ക്? 7 മണിക്ക്. 7 മണിക്കല്ലേ? എൻ്റെ കൂടെ ഇരുന്ന് 3 പ്ലേറ്റ് കഴിച്ച 3 കുട്ടികളാണ് ദേ ഇരുന്ന് വീണ്ടും രാത്രി 1 മണിക്ക്. ദേ നോക്ക് ദേ കുറ്റാക്കൂരിട്ട് നോക്ക് നിങ്ങൾ, കുറ്റാക്കൂരിട്ട് കണ്ട ഈ സമയത്ത് ഇവിടെ ഇരുന്ന് അടിച്ചു കയറ്റുന്നത്. അതെ, നമ്മൾ 1 പ്ലേറ്റേ കഴിച്ചോളൂ, ചേട്ടൻ 2 പ്ലേറ്റ് കഴിച്ചു. നീ 1 പ്ലേറ്റ് കഴിച്ചോളോ? അതെ, അവള് 2 പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് കഴിച്ചത്. എന്നിട്ട് ആ 2 പ്ലേറ്റിന്റെ അവളുടെ പാകതിയും കൂടെ കഴിച്ചവനാണ് നീ അല്ലേ? ചേച്ചി പറയൂ. ചേച്ചി ചേച്ചി അവിടെ മൊബൈലിൽ ബിസിയാണ്. ഒരു ഫ്ലോയാ ചേച്ചി കടിച്ച് അതിനെനി കടിക്കാനായിട്ടൊന്നുമില്ല. നോക്കിയേ അടിച്ച് നോക്കി. എടി മയണൈസ് അടി അങ്ങനെ പഠിച്ചു നോക്കിക്കൂടാ. അയ്യേ അയ്യയ്യയ്യയ്യേ ഇതെന്തൊരു കച്ചി അല്ല കഞ്ഞി. ചേച്ചി കഞ്ഞി ഛേ നീ കൈ കഴുകുന്നില്ലേ? ഓ ഇവിടെ വാരി കൊടുക്കുമായിരുന്നല്ലോ. നീ കൈ കഴുകുന്നില്ലേ? ഓ ഞാൻ ഇനി കഴിയോ? എപ്പോ? തീർന്ന് ഇനിയെങ്കിലും എഴുന്നേറ്റ് പോവോ? ചേച്ചി പാത്രം എടുക്കട്ടാ. എടുത്ത് കഴിഞ്ഞു ചേട്ടാ.